ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 14 വ്യാഴാഴ്ച 2 സിനിമകളാണ് പ്രധാനമായും തിയേറ്ററിൽ തീരുന്നത്. ഈ 2 സിനിമകൾക്കും പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ ഒരു അഭിപ്രായം കിട്ടിയിട്ടില്ല. 2 സിനിമകളും ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത കൂലി എന്ന തമിഴ് സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യങ്ങളിൽ വമ്പൻ തരംഗമായി തീർന്നപ്പോൾ പ്രേക്ഷക അഭിപ്രായത്തിന്റെ കാര്യത്തിൽ പുറകോട്ടാണ് പോയിട്ടുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഒരുപോലെ തന്നെയാണ്. മറ്റൊരു സിനിമ അയൻ മുഖർജി സംവിധാനം ചെയ്ത വാർ 2 ആണ്. YRFന്റെ സ്പൈ യൂണിവേഴ്സിലെ 6ാമത്തെ ചാപ്റ്ററും 2019 തിയേറ്ററിൽ വൻ വിജയം നേടിയ വാർ എന്ന സിനിമയുടെ 2ാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് തെലുങ്ക് മേഖലയിൽ അത്യാവശ്യം മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൃതിക് റോഷൻ, ജൂനിയർ NTR, കിയാര അദ്വാനി എന്നിങ്ങനെയാണ് ഈ സിനിമയുടെ പ്രധാന താരങ്ങൾ. കൂലി സിനിമയുടെ ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ 8 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 19 കോടി 15 ലക്ഷം രൂപയും കർണാടകയിൽ 10 കോടി 65 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 14 കോടി 80 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 5 കോടി 10 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി മാത്രം 57 കോടി 80 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. GCC ഓവർസീസ് പ്രീസെയിൽ കളക്ഷനായി 58 കോടി രൂപയും സ്വന്തമാക്കി. ടോട്ടൽ 115 കോടി 80 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ. ഇനി ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ടോപ്പ് ഓപ്പണിംഗ് ഓവർസീസ് കളക്ഷനാണ് സിനിമ ആദ്യ ദിവസം ഇന്ന് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം $8.5 മില്യൺ ഈ സിനിമ വിദേശ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ ടോപ്പ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയിരുന്നത് ലിയോ എന്ന വിജയ ചിത്രമായിരുന്നു. $8.15 മില്യൺ വിദേശ കളക്ഷനായി ലിയോ ആദ്യ ദിവസം സ്വന്തമാക്കിയിരുന്നത്. 3ാം സ്ഥാനത്തുള്ളത് കബാലി എന്ന രജനി ചിത്രമാണ്. $6.5 മില്യൺ ഓപ്പണിംഗ് കളക്ഷനായി വിദേശത്ത് നിന്ന് ഈ സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയിരുന്നത്. ഇനി കൂലി എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇവിടെ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. എമ്പുരാൻ, ലിയോ എന്നീ സിനിമകൾക്ക് ശേഷം 3ാമത്തെ ടോപ്പ് ഓപ്പണിംഗ് കളക്ഷനാണ് കൂലി എന്ന രജനീകാന്ത് ചിത്രം കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 30 കോടി ഓപ്പണിംഗ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 80 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ നിലവിലെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് 155-160 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നതെങ്കിൽ നിഷ്പ്രയാസം 1000 കോടി ക്ലബിൽ എത്തപ്പെടേണ്ട സിനിമ കൂടിയായിരുന്നു കൂലി. ഇനി വാർ 2ന്റെ ഫസ്റ്റ് ഡേ പ്രീസെയിൽ കളക്ഷൻ ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. സിനിമ വേൾഡ് വൈഡ് പ്രീസ് കളക്ഷനായി 40 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായി 60 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 60 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 90-100 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ കൂലിയേക്കാൾ കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് വാർ 2ന്റെ തന്നെയാണ്. നിലവിൽ ആന്ധ്ര, തെലങ്കാന മേഖലയിലാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.